ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ അപ്ഡേറ്റ് എല്ലാ വിജയ് ഫാൻസിനും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ LCU, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. എല്ലാവർക്കും അറിയാം, പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് LCU. അത് കഴിഞ്ഞ് ഒത്തിരി യൂണിവേഴ്സ് വന്നെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു യൂണിവേഴ്സാണ് LCU. അപ്പം അതിനകത്ത് നമ്മുടെ കൈദി, വിക്രം, ഇപ്പം ലിയോയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൻസ് സിനിമ അതിൽ LCUവിൻ്റെ ഭാഗമാകാൻ പോകുന്നു. പിന്നെ കൈദി 2 വരുന്നു, വിക്രം 2 വരുന്നു. അപ്പം ലിയോ 2 ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടതെന്നറിയാം. കാരണം ദളപതി ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് പോയി. പക്ഷേ ലോകേഷ് കനകരാജ് റെഡിയാണ് ഇപ്പോഴും ലിയോ 2 ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പം ലോകേഷിൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ് തലൈവരുടെ കൂടെ കൂലി. അത് 14-ാം തീയതി റിലീസാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ലോകേഷ് പോയപ്പം അവിടെ ഒരു ചോദ്യം ചോദിച്ചു. അവിടുത്തെ ചോദ്യം തന്നെ നമ്മുടെ കൂലിയെ പറ്റിയല്ലായിരുന്നു. കൂലിയുടെ പ്രൊമോഷനാണ് പോയത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ LCUവിന് വരാനിരിക്കുന്ന സിനിമയിൽ ദളപതി ഉണ്ടാകുമോ എന്നൊക്കെയാണ് അവിടുത്തെ ചോദ്യങ്ങൾ പോലും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഒരു ഇതാണ്, അല്ലെങ്കിൽ ദളപതിയോട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനോട് എത്ര ഒരു ഫാൻ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഒരു ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ആ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ലോകേഷിനോട് ചോദിച്ചു, ഇനിയും വരാനിരിക്കുന്ന LCU സിനിമകളിൽ ദളപതി ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ലോകേഷ് പറഞ്ഞത്, ദളപതി അല്ലെങ്കിൽ ലിയോ ഇല്ലാതെ LCU ഇനി ഇല്ല, അല്ലെങ്കിൽ ലിയോ ഇല്ലാതെ LCU തീരില്ല എന്നാണ് ലോകേഷിൻ്റെ മറുപടി. അപ്പം ആ ഒരു മറുപടി കേട്ടിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഒരു കത്തുന്ന രീതിയിലാണ് ഇപ്പം. കാരണം നമുക്കറിയാം, ദളപതി സിനിമ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഹേറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ദളപതി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല പുള്ളി സിനിമാ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഫുൾ പോകൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, അത് നല്ല കാര്യമാണ്. കാരണം പുള്ളിക്ക് ഒത്തിരി പണ്ട് തൊട്ടേ പുള്ളി ഫാൻസിനെ വെച്ചിട്ട് ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുമെങ്കിലും നമുക്കറിയാം, കേരളത്തിലെ പോലെയല്ല, തമിഴ്നാട്ടിലൊക്കെ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അത് രൂപീകരിച്ചത് പുള്ളിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡമായിട്ട് ഹെൽപ്പുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല കാര്യമാണ്. പുള്ളി ജയിക്കട്ടെ. പുള്ളിയൊക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്തായാലും വേറെ ലെവലായിരിക്കും. അപ്പം അതോട്ടിരിക്കും, രാഷ്ട്രീയം മാറ്റിയാൽ നമുക്ക് സിനിമയിലോട്ട് പോവാം. അപ്പം പുള്ളി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല സിനിമാ ജീവിതം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഫുൾ ടൈം പോവുകയാണെന്ന്. എന്നാൽ നമുക്ക് ഫാൻസുകാർക്ക് ഒരിതുണ്ട്, പുള്ളി രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ നമ്മുടെ ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുന്നത് ലിയോ ഇല്ലാതെ LCU തീരില്ല എന്നാണ്. അത് കേട്ടതോടെ എല്ലാവരും ഒന്ന് ഇതായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ലിയോ വരട്ടെ, ലിയോ 2 സംഭവിക്കട്ടെ. നമുക്കറിയാം, ലിയോ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ കുറച്ച് കട്ട്സൊക്കെ മാറ്റി വെച്ചിട്ട് കൈദിക്കകത്ത് ആഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒത്തിരി ഇത് വന്നതാണ്. നമുക്ക് എന്തായാലും കൈദി 2 വരാനിരിക്കുന്നു. കണ്ടു തന്നെ അറിയാം. നമുക്കറിയാം ലോകേഷിൻ്റെ കൂലി ഇറങ്ങുന്നത് അത് LCU ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലോകേഷ് തന്നെ പറഞ്ഞു അത് LCU ഒന്നും അല്ല, അത് സ്റ്റാൻഡ് ലോൺ പടമാണ്. അപ്പം എന്തായാലും നമ്മുടെ ദളപതി തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു 75% ഇപ്പോൾ ഒരു ഉറപ്പായി. നമുക്ക് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ഊഹിക്കാന്നുള്ള കാര്യമാണ്. കാരണം എന്തായാലും ദളപതി പെട്ടെന്നൊരു ദിവസം പാർട്ടി രൂപീകരിക്കുക അങ്ങനെയൊന്നും അല്ല. പുള്ളി പണ്ട് തൊട്ടേ പുള്ളിക്കൊരു പ്ലാനോടെയാണ് പുള്ളി പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനോട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു പടം, അത് യൂണിവേഴ്സിൽ വരുന്ന പടമായതുകൊണ്ട് നമ്മുടെ ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദളപതിയോട് ചോദിച്ചു, അല്ലെങ്കിൽ ദളപതി തന്നെ ഇൻട്രസ്റ്റ് തോന്നി പറഞ്ഞെന്നൊക്കെ ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു വിശ്വസനീയമല്ല. അപ്പം എന്തായാലും ദളപതി തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തായാലും തിരിച്ച് വരട്ടെ, പുള്ളി സിനിമകൾ ചെയ്യട്ടെ, ഇനിയും സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കട്ടെ. കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ് ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.